കോയമ്പത്തൂർ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു സംവാദം നടക്കുന്നുണ്ട്. ആ സംവാദത്തിലൊന്ന് പോയി പങ്കെടുത്താൽ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായിക്കൊള്ളുക. ഞാൻ കാക്കിർ സാഹിബിനോട് വിളിച്ച് പറഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ വരെ പോവുക. എപ്പോൾ നാളെ അല്ല ഇന്ന് തന്നെ, ഇന്ന് രാത്രി പോകണം, നാളെ രാവിലെ അവിടെ എത്തണം. ഞങ്ങൾക്ക് 2 പേർക്ക് പ്രവേശിക്കണമെങ്കിൽ കാർഡ് 2 കിട്ടണമല്ലോ, 2 ഒപ്പിട്ടെ. അപ്പോൾ നമ്മളെ പേരെഴുതണമല്ലോ. അങ്ങനെ പേരെഴുതി ഒരു കാർഡ് ഇയാൾ തന്നു നമ്മളെ ആളുകൾ. അങ്ങനെ കാർഡ് എഴുതി ഞാൻ അബ്ദുറഹ്മാൻ PP എന്നും പിന്നെ അബ്ദുല്ല K എന്നും എഴുതി. അപ്പോൾ ഇവർ അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിക്കുമ്പോൾ ഞങ്ങളെ കണ്ടറിഞ്ഞ് പട്ടാമ്പിയുള്ള കാദിയാനികൾ ഇവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്, 2 വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു 25 വീതം ആളുകൾക്കാണ് നമ്മൾ പ്രവേശനം കൊടുക്കുന്നത്. എന്ത് തന്നെ ആയാലും 26ാമത്തെ ആളായിട്ട് നമ്മൾ പ്രവേശിപ്പിക്കില്ല. ഇശാഅത്ത് ഒരുപാട് വർക്ക് ചെയ്യുന്നു, നേരിട്ടുള്ള സംവാദങ്ങളിലേക്ക് എത്തുന്നു, പലപ്പോഴും അത് നടക്കുന്നില്ല. പിന്നീട് അത് മുബാഹലയിലേക്ക് എത്തുന്നു, മുബാഹലക്ക് തുടർന്നിട്ട് സംവാദങ്ങൾ തന്നെ ഉണ്ടാകുന്നു. അങ്ങനെ വളരെ സജീവമായിട്ടുള്ള ഒരു അഹമ്മദിയ ജമാഅത്തുമായിട്ടുള്ള എൻഗേജ്മെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഈ പ്രസംഗങ്ങളിൽ നിന്ന് മാറിയിട്ട് സംവാദങ്ങളും അതോടൊപ്പം തന്നെ പുസ്തക പ്രസിദ്ധീകരണം. ഇശാഅത്ത് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു, കാസറ്റുകൾ പ്രസിദ്ധീകരിക്കുന്നു ആ സമയത്ത്. പിന്നെ വീഡിയോ CD-കളും അങ്ങനെ ഒരു വലിയൊരു പ്രസ്ഥാനമായിട്ട് ഇശാഅത്തും അതോടൊപ്പം തന്നെ PP അബ്ദുറഹ്മാൻ സാഹിബും മാറുന്നുണ്ട്. PP അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ കണ്ടൻറ്റും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഒരുപാട് വായിച്ച് ആ വിഷയത്തിൽ അഗാധമായ ഒരു നോളജ്, എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിലുള്ളൊരു അറിവ് വെച്ചിട്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ ഒരു ആജന്മ ശത്രു എന്ന രീതിയിൽ ഒരു ആളായി മാറുന്നു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് പിന്നെ പുറത്തേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റികളുള്ള ഒരുപാട് ഏരിയകളിലും അവിടെ നടക്കുന്ന ചർച്ചകളിലും ഇശാഅത്ത് വരുന്നുണ്ട്. കോയമ്പത്തൂരും കുടകിലും ഇങ്ങനത്തെ മലയാളി കമ്മ്യൂണിറ്റികളുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. അതുപോലെ ആ ഒരു ചോദ്യമാണുള്ളത്, അവിടെ ഉണ്ടായിരുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം, അവിടെ ഉണ്ടായിരുന്നൊരു എക്സ്പീരിയൻസ്. രണ്ടാമത്തെ ചോദ്യം കൂട്ടത്തിൽ കേരളത്തിന് പുറത്തുള്ള ഉറുദു മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ട് ഇശാഅത്തിൻ്റെ ബന്ധം, അതുപോലെ തന്നെ ഇന്ത്യയിലെ അലീമിയാനെ പോലുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, അവരുമായിട്ട് ഇശാഅത്ത് ഡെവലപ്പ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. 2 ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ കുറച്ച് വിശദമായി പറയേണ്ടി വരും, എന്നാലും ഞാൻ പറയാം. അഹമ്മദിയാക്കളുമായിട്ടുള്ള ഈ സംവാദങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ, നേർക്കുനേരുള്ള സംസാരങ്ങൾ, ഇതിൻ്റെ കൂടെ ആരെങ്കിലും പുതുതായിട്ട് കാദിയാനിസം സ്വീകരിക്കുകയാണെങ്കിൽ അവരെ കൊടിയത്തൂരിൽ എത്തിക്കുന്ന ഒരു സ്വഭാവവും ഒക്കെ അതുണ്ടായിരുന്നു. നാട്ടിൽ കൊണ്ടുവരും ആരെങ്കിലും കൂടെ. അത് നല്ല വിജയകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ പ്രമുഖരായിട്ടുള്ള കാദിയാനികൾ വരെ തിരിച്ചു വരാൻ ആ രീതിയിലുള്ള ചർച്ച നടന്നത്. അത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ഒരു പയ്യനെയും കൊണ്ട്, ഒരു +2 പഠിക്കുന്ന ഒരു കുട്ടിയെയും കൊണ്ട് ഉമ്മയും ഉപ്പയും കൂടി വന്നിരുന്നു. അതായത് ഇപ്പോൾ ഈ മൊബൈലിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ ആണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ ഇവന് പോയിട്ട് മങ്കട ആണ് എൻ്റെ വീട്, മഞ്ചേരി പോയിട്ട് ബയ്യത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ഇതുപോലുള്ള ചർച്ചകൾ, സംസാരങ്ങൾ നമ്മുടെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ട്, അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ദിവസം കോഴിക്കോട് സിറ്റിയിൽ പൊക്കുന്നുള്ള ഒരാളെ പോയി കാണുകയാണ്. അപ്പോൾ മൂപ്പര് ഗൾഫിൽ നിന്നാണ് ഇത് കാദിയാനിസം ആകുന്നത്. അപ്പോൾ അയാളുടെ വാപ്പയൊക്കെ നമ്മുടെ ഒരു നേരത്തെ പരിചയമുള്ളൊരു പ്രവർത്തകനാണ്. അപ്പോൾ ഞാൻ സംസാരിക്കാൻ ചെന്നു. അപ്പോൾ സംസാരിച്ചിങ്ങനെ വന്നപ്പോൾ ഇയാൾക്ക് മറുപടി ഒന്നും പറയാനില്ല. ആ സമയത്താണ് ഇയാൾ പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യമൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ കോയമ്പത്തൂർ ഒരു ചർച്ച നടക്കുന്നുണ്ട്, ഒരു സംവാദം നടക്കുന്നുണ്ട്, ആ സംവാദത്തിലൊന്ന് പോയി പങ്കെടുത്താൽ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായിക്കൊള്ളുകയാണ് എൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ ഇങ്ങനെ പിന്നെ ഇവരങ്ങനെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ അത് ആര് തമ്മിലാണെന്നുള്ള അതൊന്നും ധാരണയൊന്നുമില്ല. ഇയാളോട് ഇത്ര ചോദിക്കാനൊന്നും അറിയില്ല. അയാൾ പറഞ്ഞത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു, ഇന്നത്തെ ജുമയിൽ പിന്നെ ജുമ കഴിഞ്ഞപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അഹമ്മദിയ ജമാഅത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്.
അത് കേരളത്തിൽ എല്ലാവർക്കും ഒരു സർക്കുലറായി കൊടുത്തിട്ട് എല്ലാവരും എല്ലാ പള്ളിയിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഞാൻ നേരെ കൊടിയത്തൂർ വന്നപ്പോൾ അന്വേഷിച്ച് അടുത്ത അഹമ്മദിയാക്കളോട് അപ്പം പറഞ്ഞ് ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മളായിട്ട് അങ്ങനെ സംസാരിക്കുന്നുണ്ട്, എന്താണെന്ന് കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാക്കിർ സാഹിബിനോട് വിളിച്ച് പറഞ്ഞ് നമ്മൾ കോയമ്പത്തൂർ വരെ പോവുക, എപ്പോൾ നാളെ അല്ല ഇന്ന് രാത്രി പോകണം, നാളെ രാവിലെ അവിടെ എത്തണം. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് വന്ന് ട്രെയിൻ കയറി കോയമ്പത്തൂർ പോയി, അവിടെ ഇറങ്ങി. അപ്പോൾ രാവിലെയാണ് ഒരു സുബൈ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ RV ഹോട്ടലിൽ വെച്ചാണ് സംസാരം തന്നെ. അങ്ങനെ RV ഹോട്ടൽ അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങളൊരു റൂം എടുത്തിട്ട് അവിടുന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്ന് RV ഹോട്ടൽ അന്വേഷിച്ചപ്പം അവിടെ സംവാദം നടക്കുന്നത് 3rd ഡേ ആണിത്. അതിൻ്റെ തലേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആദ്യത്തെ 3 ദിവസം ഖത്തമുൻ നുബുവത്താണ്, രണ്ടാമത്തെ ഈസാ നബി ആണ്. 3, 4, 5, 6 ദിവസങ്ങളിൽ ഖത്തമുൻ നുബുവത്താണ്. പിന്നെയുള്ള 3 ദിവസം മിർസാ സാഹിബിനെ കുറിച്ചുള്ളതാണ്. അപ്പം മറുപക്ഷത്താണ് ജമിയത്ത് അഹ്ല് ഖുർആൻ വൽ ഹദീസ്, JAQH എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. അതായത് മുജാഹിദുകളുടെ ഇതാണ് അവിടുത്തെ തമിഴ്നാട്ടിലെ. സൈനുൽ ആബിദീൻ എന്ന് പറഞ്ഞ ഒരാളാണ് അത് നയിക്കുന്നത്. ഖുർആൻ ഹദീസിൻ്റെ ഒരു പണ്ഡിതനാണത്. പക്ഷേ ഒരു കഷ്ടകാലത്തിന് മൂപ്പർക്ക് ഉറുദു വലിയ വശമല്ല. പക്ഷെ മൂപ്പരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഉറുദു അറിയുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി സഹായിക്കാൻ കൂടെ ഉണ്ട്. പിന്നെ ഫിർദൗസോ എൻ്റെ പേരുള്ള വേറൊരാൾ, ഇപ്പോൾ 3 ആളാണ് ഈ കൂട്ടത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ മറുഭാഗത്ത് മുഹമ്മദ് ഉമർ എച്ചയാണ്, അയ്യൂബ് എച്ചയാണ് അയാളെ സഹായിക്കുന്നത്. പിന്നെ വേറൊരാളുകൂടി ഉണ്ട്. അങ്ങനെ 3 പേര് ആണ് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പ്രവേശനം കിട്ടണമെങ്കിൽ 2 കൂട്ടർ ഒപ്പിട്ട ഒരു കാർഡ് വേണം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് പ്രവേശിക്കണമെങ്കിൽ കാർഡ് 2 കിട്ടണമല്ലോ, 2 ഒപ്പിട്ടെ. അപ്പോൾ നമ്മളെ പേരെഴുതണമല്ലോ. അങ്ങനെ പേരെഴുതി ഒരു കാർഡ് ഇയാൾ തന്നു നമ്മളാളുകൾ. അങ്ങനെ കാർഡ് എഴുതി ഞാൻ അബ്ദുറഹ്മാൻ TP എന്നും പിന്നെ അബ്ദുല്ല K എന്നും എഴുതി. അപ്പോൾ ഇവർ അതിൻ്റെ മുമ്പ് ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിക്കുമ്പോൾ ഞങ്ങളെ കണ്ടറിഞ്ഞ് പട്ടാമ്പിയുള്ള കാദിയാനികൾ ഇവർക്ക് വിവരം കൊടുത്തിട്ടുണ്ട്, 2 ആൾ വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു 25 വീതം ആളുകൾക്കാണ് നമ്മൾ പ്രവേശനം കൊടുക്കുന്നത്, എന്ത് തന്നെ ആയാലും 26ാമത്തെ ആളായിട്ട് നമ്മൾ പ്രവേശിപ്പിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടിട്ട് നിങ്ങൾക്ക് പ്രവേശനം ആർക്കും ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളോട് ഒന്നും ഒരു നിസ്സായരായിട്ട് പറഞ്ഞു 2 പേരുടെ ഒപ്പിട്ടെങ്കിലേ ഇവിടെ ഹോളിലേക്ക് കടത്തുള്ളൂ, 50 പേർക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ ഞങ്ങൾ എന്നാൽ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ താമസിക്കുന്ന ഒരു ഹോട്ടലുണ്ട്, ജനലാബിദീനും ഇവരൊക്കെ. അങ്ങനെ ഉച്ച സമയത്ത് ഇവരുടെ ആ ഗ്യാപ്പിൽ ഞങ്ങൾ അവിടെ പോയിട്ട് ഇവരെ കണ്ട് ഞങ്ങൾ പുസ്തകമായിട്ടല്ലല്ലോ പോയത്. ഞാൻ പറഞ്ഞ അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ പുസ്തകങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ ഇന്ന കാര്യങ്ങളാണ് ഖത്തമുൻ നുബുവത്തുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറയാൻ പറ്റിയൊരു സംഗതി. അപ്പോൾ ഇസാലെ ഔഖാം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറേ എൻ്റെ മനസ്സിലുള്ള പല ഉദ്ധരണികളും, എൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു, ആ ഡയറിയിൽ എഴുതി വെച്ച കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അത് മുഴുവൻ ഞാൻ മൂപ്പരോട് പറഞ്ഞു. അതൊക്കെ കേട്ടതിന് ശേഷം അയാൾ പറഞ്ഞു ഞാനിതൊന്നും പറയില്ല, കാരണം ഈ പുസ്തകങ്ങൾ ഒറിജിനൽ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഒരു വാക്കാണ്, അതുകൊണ്ട് ഞാനിത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, എവിടെയും ചോദിച്ചാൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നുള്ള മാർഗ്ഗം എന്താണ്? അപ്പോൾ ഈ കൂടെയുള്ള പയ്യൻ പറഞ്ഞ് പിന്നെ ഉറുദു ആണ് ആ പുസ്തകങ്ങളൊക്കെ. ഉറുദുവാണെങ്കിൽ ഞാൻ വായിച്ചു കൊടുത്തോളാം, പക്ഷേ ആ സാധനം കിട്ടണം. അപ്പോൾ ഇന്നത്തെ മാതിരി ഫോട്ടോസ്റ്റാറ്റ് ഈ വാട്സപ്പിലൂടെ വിടാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കാക്കിരി സാഹിബ് പറഞ്ഞ് ഞാൻ പോയിക്കോളാം. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു കൊടിയത്തൂരിൽ വന്ന് രാത്രി 12 വീട്ടിലെത്തി. അങ്ങനെ ഞാൻ പുസ്തകങ്ങൾ എവിടെയുള്ളതെന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ ഒരു ബണ്ടിൽ ഓഫ് ബുക്സുമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവൻ ഓർത്തത് കൂടെ സംസാരിക്കുന്നത് തമിഴാണ്. ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കേട്ടപ്പോൾ തമിഴിലാണ് അവരുടെ ഇത്. അങ്ങനെയാണെങ്കിൽ അതിനോടൊരു കാര്യമില്ല, ഞങ്ങൾ 2 ആൾ ഇരുന്നുകൊണ്ട് വലിയ കാര്യമില്ല. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള മാഷ് പറഞ്ഞയച്ചു. അയാൾ രാവിലെ 10 മണിക്ക് ഇവിടെ എത്തി. അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് പ്രവേശനം കിട്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടിയത്തൂരിലുള്ള 2 പ്രമുഖരായ അഹമ്മദികൾ ഉച്ചയായപ്പോഴേക്ക് അവിടെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് കാണുന്നത് അവരെ പ്രവേശിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ MA മുഹമ്മദ് സാഹിബും
MC മുഹമ്മദ് സാഹിബുമാണ്. ഇവർ രണ്ടുപേരും കോയമ്പത്തൂർ വരെ വന്ന സ്ഥിതി അവരെ തിരിച്ചയക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവരെ രണ്ടുപേരെയും അഡ്മിറ്റ് കാർഡ് ഒപ്പിടിക്കാൻ വേണ്ടി ഇവരെ എടുത്തിരുന്നപ്പം പറഞ്ഞ് ഇതിലും കൂടി ഒപ്പിട്ട് തരികയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ഇത് ഒപ്പിട്ട് അതും ഒപ്പിട്ട് ഞങ്ങൾ 4 പേരും ഒന്നിച്ചാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പോയത്. ഒരു 4 മണിയായപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് പോകണം എന്നാണ്. അങ്ങനെ അവൻ അപ്പം തന്നെ പോകുന്നുണ്ട്. ബസ് കയറിയിട്ട് അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ ആ പുസ്തകങ്ങളൊക്കെ എടുത്തതിന് ശേഷം അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പിന്നെ ഇയാൾ മുമ്പ് രാവിലെ എത്തി. അങ്ങനെ രാവിലെ എത്തിയപ്പോൾ അടുത്ത ചർച്ച ലാസ്റ്റ് ഡേ ആണ് ഖത്തമുനുബൂവത്തിൻ്റെ. അപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവനും ഈ പയ്യനെ ഉപയോഗിച്ചിട്ട് ഒരു വിദ്യാർത്ഥിയാണ്, ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം അതൊക്കെ തമിഴിൽ എഴുതി വെച്ചു. പേരിൻ്റെ പുസ്തകത്തിൻ്റെ പേരും ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പുസ്തകം കണ്ടു കഴിഞ്ഞല്ലോ. അങ്ങനെ ഇതൊക്കെ വെച്ചുകൊണ്ട് മുമ്പ് വളരെ ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിച്ചപ്പോൾ മുഹമ്മദ് ഉമർ സാഹിബിൻ്റെ മറുപടി എന്താ വെച്ചാൽ, ഒന്നുകിൽ നിങ്ങൾ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിത് കാണിച്ചു തന്നവൻ കള്ളം പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുന്നും പിന്നും വായിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ചെറിയ ഇവനതിൻ്റെ ഒരാൾ സഹായിയായിട്ട് അവൻ എഴുന്നേറ്റുന്നത് വായിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത പുസ്തകത്തിന് എൻ്റെ അടുത്ത് വരും, അവന് വരാമല്ലോ. അങ്ങനെ അത് ഞാൻ നോട്ട് ചെയ്ത് കൊടുക്കും. അതിൽ ഇയാളിങ്ങോട്ട് തെറി പറയാൻ തുടങ്ങി. അപ്പോൾ ഇവർ പറയാം, മീഡിയേറ്റർമാർ പറഞ്ഞു, മുഹമ്മദ് സാഹിബ് നിങ്ങൾ ആരെയോ വെച്ചുകൊണ്ട് തെറി പറയുകയാണ്. ഇവരെന്താണ് ഈ പറയുന്നത്? ഇവർ പറയുന്നതിന് അപ്പോൾ പറയുന്നതൊക്കെ നമ്മളാണ്. തമിഴായതുകൊണ്ട് ജ്യേഷ്ഠൻ നന്നായിട്ട് അറിയാം. ജ്യേഷ്ഠൻ നന്നായിട്ട് ഈ കാര്യങ്ങളിങ്ങനെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നു. കുറേയൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ കേട്ട് മനസ്സിലാകണ്ടല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഈസാ നബിയുടെ കാര്യം എടുത്തു. അപ്പോഴും നമ്മളടുത്ത് ഇതുണ്ടല്ലോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ്, നമുക്കിത് 9 ദിവസം നീട്ടി വെച്ച് കൊണ്ടുപോകണ്ടല്ലോ, അതുകൊണ്ട് നാളെ നമുക്ക് മിർസ സാഹിബിനെ പറ്റി പറഞ്ഞു തരാൻ അവസാനിപ്പിച്ചൂടെ വെച്ച്. അങ്ങനെ 2 കൂട്ടരും സമ്മതിച്ചു. ഇവർ നമ്മളോട് ചോദിച്ചിട്ടാണ് അങ്ങനെ അവനെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഖാദിയാനിസം പറയേണ്ടി വരും. ഖാദിയാനിസം എന്താണെന്നുള്ളത് രത്നചുരുക്കം ഞാൻ ഈ ഇത് വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത് ആയിക്കോട്ടെ തന്നെ. ആ ഒരു ദിവസം കൊണ്ട് എന്തായി, ഇയാളുടെ സംസ്കാരവും ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞ് ആരാണ് മിർസ എന്നുള്ളത്. കൂടുതൽ സമയമൊന്നും എടുത്തില്ല. അതോടുകൂടി ആ ആളുകൾക്ക് മുഴുവനും മനസ്സിലായി. ഇത് ശരിക്കും ഞങ്ങൾ ആ സംവാദത്തെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്താണ്. അതിന് നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായെന്ന് വെച്ചാൽ അവിടെയുള്ള ഈ സംഘാടകർക്കും സംശയാലുക്കൾക്കും ഒക്കെ കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ ഇവരൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തി കേരളത്തിൽ. ഇങ്ങനെ ഈ സംവാദത്തിന് ശേഷം കുറേ ആൾ അഹമ്മദിയത്ത് സ്വീകരിച്ചു വന്നു. അത് പിന്നെ അവരുടെ സ്വാഭാവികമായതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പള്ളിപ്പുറം പട്ടാമ്പി ഒരു പരിപാടിക്ക് പോയപ്പം ഈ മുബാഹല കഴിഞ്ഞ സമയത്ത് കേരളത്തിൻ്റെ പുറത്ത് ഇവിടെ അതെന്നോ തുടങ്ങിയാണ് അവർ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരുടെ കാസറ്റ് കേട്ട് നമ്മളോട് മറുപടി പറഞ്ഞാൽ നമുക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ട് അവരയച്ചെന്നൊരു കാസറ്റ് കേട്ടപ്പോൾ ഇതാ പറയുന്നത്, ഇവർ വരുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അവർ ഏറ്റെടുത്ത അല്ലെങ്കിൽ കോയമ്പത്തൂർ സംവാദത്തെ അവർ വാക്ക് ഉപയോഗിച്ച് ഹൈജാക്ക് ചെയ്തപ്പോൾ അവിടെ ഞങ്ങൾക്ക് എത്രയോ ആളുകളെ 10 പേരോ ഏറ്റവും ഖാദിയാനി മദ്യത്തിലേക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അവിടെ നേരത്തെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. മൂപ്പരെ വിളിച്ചിട്ട് ഫോണിൽ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ആരാ അങ്ങനെ പറഞ്ഞു, എവിടെ പറഞ്ഞത്, ഞങ്ങളങ്ങോട്ട് വരാം, നിങ്ങൾ സ്റ്റേജ് വെച്ചോളിയാണ്. നമ്മളെ കൊടിയത്തൂർ അങ്ങാടിയിൽ ഒരു പരിപാടി വെച്ചു. പിന്നെ കോയമ്പത്തൂർ സംവാദത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നു എന്നും പറഞ്ഞിട്ട് അതിൻ്റെ സംഘാടകരാണ് അയലദീസിൻ്റെ ആളുകൾ. അവർ വന്നു 5 പേര് ഇവിടെ വന്നിട്ട്. അതിൽ ഫിർദൗസ് എന്ന് പറഞ്ഞ ആളൊരു പണ്ഡിതനാണ്, ഒരു കോളേജിലൊക്കെ പഠിച്ചൊരു ആണ്. മൂപ്പര് വന്നു. അങ്ങനെ ഈ പരിപാടി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും ഇവർ നമ്മൾ നല്ല ഉഷാറാക്കി പറഞ്ഞു. ആ പരിപാടി 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ അവർക്ക് എന്തായാലും ഖുർആനും ഹദീസും വെച്ചിട്ട് അവർക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പം നമുക്ക് ഇവരുടെ സഹായം കൊണ്ട് ഈ വിഷയം കൂടി കിട്ടിയോണ്ട് നമുക്ക് വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ഒരൊറ്റ ആൾ പോലും ഖാദിയാനിസത്തിലേക്ക് പോയിട്ടില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത് ഇവിടെ പരിപാടി വെക്കുമ്പോൾ ഒരു 4 ആളെങ്കിലും ഞങ്ങളിവിടെ കൊണ്ടുവരുമെന്നും പറഞ്ഞു. ഇപ്പോൾ അയാൾ ഇപ്പോൾ ഞങ്ങളെ കൂടെ പോരാൻ തയ്യാറായില്ല എന്ന് വരെ പറഞ്ഞ ആൾ. ഏതായാലും ഇവരുടെ പരിപാടി തമിഴിൽ 1-2 ആൾ മലയാളത്തിലൊക്കെ പറഞ്ഞു, കുറേ 1-2 ആൾ തമിഴിലാണ് പറഞ്ഞത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് അതിൻ്റെ ജ്യേഷ്ഠനാണ് ചെയ്തത്.
അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, എൻ്റെ ജ്യേഷ്ഠന് തമിഴ് പഠിക്കാനൊന്നും പോയില്ല. പക്ഷേ പണ്ട് കാലത്ത് ചെറുപ്പകാലത്ത് തമിഴ് സിനിമ കണ്ടുകൊണ്ടുള്ള ഒരു പ്രയോജനമാണല്ലോ ഉപയോഗിച്ചിട്ടാണ് ശിവാജി ഗണേശൻ്റെയും ജമിനി ഗണേശൻ്റെയും ഫിലിം കണ്ടിട്ടാണ് ഈ ഡയലോഗും ഈ ഭാഷയും പഠിച്ചതാണ്.